ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ. ഞാനാണെങ്കിൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ ഓർത്തു. കാരണം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാൻ ഓർത്തു. കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കപ്പ ബിരിയാണി. ഞാൻ ഉണ്ടാക്കി അത്രയൊന്നും ആവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മെയിൻ ഒരു ജോലിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. അതും അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതി. കാരണം അത് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുന്നൊരു ഫുഡാണ് കപ്പ ബിരിയാണി. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കുറച്ച് സവോള കട്ട് ചെയ്ത് വെക്കാം. ശേഷം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും, പിന്നെ കുറച്ച് മസാലയായ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ശേഷം കുറച്ച് മല്ലിപ്പൊടി എടുക്കാം. മല്ലിപ്പൊടി ഇച്ചിരി അധികം വേണം കേട്ടോ. പിന്നെ നമുക്ക് എരിവുള്ള മുളക് പൊടി. ഞാൻ ആദ്യം ചേർത്ത കാശ്മീരിയാണ്. എനിക്ക് എരിവ് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയും, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. ദെൻ ബീഫ് ആയിരുന്നു മേടിച്ചത്. എല്ലുള്ള പീസ് കിട്ടും. പിന്നെ ഞാൻ ബീഫ് അങ്ങ് വാങ്ങിയ ബീഫിനെ അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടുള്ള അത്യാവശ്യം വലിയ പീസ് വേണം. ഞാൻ നമ്മുടെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. 1 കിലോ ബീഫായിരുന്നു വാങ്ങിയത്. വാങ്ങിയ ബീഫ് മുഴുവൻ കട്ട് ചെയ്തെടുത്ത് വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. വാഷ് ചെയ്തെടുത്തു. ഒരു 3 ടൈംസ് ഞാൻ എപ്പോഴും ബീഫും ചിക്കനൊക്കെ വാഷ് ചെയ്യാറുണ്ട്. വാഷ് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് മീറ്റ് അതിലേക്ക് ഇടാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ കുറച്ച് കരിവേപ്പില ഇടണം. നമ്മൾ അതിന് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇടണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഈ മസാല എടുത്തു വെച്ചിരുന്ന മസാല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ എന്നാണ് അമ്മ പറയാറുള്ളത്. ഇതിന് ഒഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ അമ്മ ഒഴിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഇവിടുന്ന് പാക്കറ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് ഫ്രോസൺ കപ്പ കിട്ടും, അതായിരുന്നു വാങ്ങിയത്. അതൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളവും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. അത് വെന്ത് വന്നപ്പോഴത്തേക്കിന് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുക്കറിൻ്റെ ഒരു 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പം ബീഫൊക്കെ അത്യാവശ്യം വെന്തു. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അതേ സെയിം മസാല ഞാൻ നേരത്തെ ഇറച്ചിക്ക് ചേർത്ത് അതേ മസാല അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് അതൊന്ന് വറുത്തെടുത്ത് വെന്ത കപ്പയിലേക്ക് ചേർത്തു. പിന്നെ കപ്പയിലേക്ക് വെന്ത ഇറച്ചിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ 2 പാത്രത്തിൽ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതിന് പറ്റിയൊരു വലിയ പാത്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കപ്പ മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ കപ്പ നന്നായിട്ട് ഉടച്ച് കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ട് ഞാൻ വലിയ കുക്കറിലേക്ക് മിക്സ് ചെയ്തെടുത്തു. അപ്പം നല്ല രീതിക്ക് എനിക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ മറ്റേ കപ്പയുടെ ഇളക്കുന്ന കോലില്ലാത്തതുകൊണ്ട് ഭയങ്കര പാടൊന്ന് മിക്സ് ചെയ്യാൻ. തവി വെച്ചിട്ടായിരുന്നു ഞാൻ മിക്സ് ചെയ്തെടുത്തിരുന്നത്. എനിവേ നമ്മുടെ ഫൈനൽ ഔട്ട്കം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബീഫ് വാങ്ങിയത് തുർക്കിഷ് മാർക്കറ്റിലാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ബീഫും കപ്പ ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നിയാൽ തുർക്കിഷ് മാർക്കറ്റിൽ നിന്ന് ബീഫ് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവിടെ എല്ല് കിട്ടും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ വാങ്ങാനായിട്ട്. എന്താണേലും സീ യു അടുത്ത വീഡിയോ ആയി വരാം. അൻറ്റിൽ ദെൻ ബൈ.